ഹലോ നമസ്കാരം. എന്തൊക്കെയാണ് ഈ T20 വേൾഡ് കപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തൊക്കെയാ? വേറൊന്നുമല്ല, വമ്പൻ അട്ടിമറികളുടെ ഒരു വേൾഡ് കപ്പ് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഇന്ന് അഫ്ഗാനിസ്ഥാൻ വമ്പന്മാരായിട്ടുള്ള ഓസ്ട്രേലിയയെ 21 റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വസനീയമായിട്ടുള്ള വിജയത്തോടുകൂടെ അഫ്ഗാനിസ്ഥാൻ അവരുടെ സെമി സാധ്യതകൾ വീണ്ടും നിലനിർത്തിയിരിക്കുകയാണ്. ഇന്ന് തോറ്റിട്ടുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാന് നാട്ടിലേക്ക് മടങ്ങാമായിരുന്നു. കാരണം അവർ സെമിയിലെത്തില്ല എന്ന് ഉറപ്പാവുമായിരുന്നു. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഗ്രൂപ്പ് 1ലും ഗ്രൂപ്പ് 2ലെയും എല്ലാ ടീമുകളുടെയും നിലവിലെ സെമി സാധ്യതകളെ വിശദീകരിച്ചുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ടൊരു കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് 1ലെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തന്നെയായിരിക്കും ആ ഒരു സെമിയിലേക്ക് കടക്കാൻ പോകുന്ന ടീമുകളെന്ന് നമ്മൾ ഇന്നലെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ തെറ്റിപ്പോയിട്ടുണ്ട്. അതെ, അങ്ങനെയല്ല കാര്യങ്ങൾ. അഫ്ഗാനിസ്ഥാനും തങ്ങളും കണ്ടന്ററാണെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. അതെ, വമ്പന്മാരായിട്ടുള്ള മൈറ്റി ഓസീസിനെ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അന്താരാഷ്ട്ര T20യിൽ ഓസീസിനെ അഫ്ഗാൻ വീഴ്ത്തിയതും ഇത് ആദ്യമായിട്ടാണ്. ഇതോടുകൂടെ ഓസ്ട്രേലിയക്ക് ഒരു മുട്ടൻ പണി നിന്ന് കിട്ടിയിരിക്കുകയാണ്. അതെ, നമുക്കറിയാം നാളെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ആ ഒരു മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ സെമി സാധ്യതകൾ ഏറെക്കുറെ ഏതാണ്ട് അസ്തമിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇനി അഫ്ഗാനിസ്ഥാൻ മത്സരമുള്ളത് ബംഗ്ലാദേശിനെതിരെയാണ്. തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാന്റെ നിലവിലെ പ്രകടനം കണക്കിലെടുത്തുകൊണ്ട് ബംഗ്ലാദേശിന്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ വിലയിരുത്തിക്കൊണ്ട് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ തോൽപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, നമുക്കൊന്നും മുൻകൂട്ടി വിലയിരുത്താൻ പറ്റാത്തൊരു വേൾഡ് കപ്പ് തന്നെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രഡിക്ഷൻസും നടത്തേണ്ടതൊന്നുമില്ല. പക്ഷേ ബംഗ്ലാദേശിനെ അഫ്ഗാനിസ്ഥാൻ തോൽപ്പിക്കുകയാണെങ്കിൽ അത് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാവും. പക്ഷേ അതിനു മുമ്പ് നാളെ ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിക്കണം. അതെ, ഇന്ത്യ ഓസ്ട്രേലിയയെ നാളെ തോൽപ്പിക്കുകയും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ തോൽപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓസ്ട്രേലിയ സെമിയിലേക്ക് എത്തില്ല എന്ന് ഉറപ്പാവും. ഇനിയിപ്പോൾ നാളെ ഓസ്ട്രേലിയയോട് ഇന്ത്യ തോൽക്കുകയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ അതൊരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഏതാണ്ട് സെമിയിലേക്ക് കടന്നു എന്ന് നമുക്ക് പറയാനും പറ്റും. അല്ലെങ്കിൽ പിന്നെ നെറ്റൊക്കെ അത്രയും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കാര്യങ്ങൾ ഏറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനോടുള്ള പരാജയത്തിന് ശേഷം മിച്ചൽ മാർഷ് അവരുടെ ഓസ്ട്രേലിയയുടെ നായകൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അടുത്ത കളി ഇന്ത്യക്കെതിരെ ഞങ്ങൾക്ക് വിജയിച്ചേ പറ്റൂ, ആൻഡ് ദർ ഇസ് നോ ബെറ്റർ ടീം ടു ഡു ഇറ്റ് അഗൈൻസ്റ്റ്. ഇന്ത്യയെ തോൽപ്പിക്കാൻ ഞങ്ങളെക്കാൾ മികച്ചൊരു ടീം വേറെ ഇല്ല എന്ന് തന്നെ മിച്ചൽ മാർഷ് പറയുന്നുണ്ട്. ഈ ഓസ്ട്രേലിയയുടെ ആ ഒരു കോൺഫിഡൻസ് സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. എന്തായാലും ഇപ്പോൾ കളിച്ച 2 മത്സരവും വിജയിച്ചുകൊണ്ട് ടീം ഇന്ത്യ നമുക്കറിയാം 4 പോയിന്റുമായി പ്ലസ് 2.425 എന്നുള്ള മികച്ച നെറ്റ് റേറ്റുമായി ഏതാണ്ട് സെമിയിലേക്ക് എത്തിയെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. എന്തായാലും ഇപ്പോൾ ഇന്ത്യയുടെ മുമ്പിൽ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നാളെ ഓസ്ട്രേലിയയെ എങ്ങനെയെങ്കിലും ഒന്ന് തോൽപ്പിക്കണം. പിന്നീട് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ കൂടി തോൽപ്പിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ സെമിയിലേക്ക് എത്താതെ പുറത്തേക്ക് പോകുന്ന ഒരു ടീമായിട്ട് മാറും. അതുപോലെ തന്നെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും സെമിയിലേക്ക് കടക്കുന്ന ടീമുകളായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പ് 1ലെ എല്ലാ ടീമുകളുടെയും സെമി സാധ്യതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ ബംഗ്ലാദേശിന്റെ സെമി സാധ്യതകൾ എങ്ങനെയാണ്? ബംഗ്ലാദേശിന്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. അവർ ഓൾറെഡി പുറത്താവലിന്റെ വക്കലിൽ തന്നെയാണുള്ളത്. അപ്പോൾ പിന്നെ തൽക്കാലം നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.